നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഈ ആർമി ഇപ്പോൾ വലിയ ഭീകര സംഘടനയാണ് എന്നുള്ളൊരു വാസ്തവമാണ് ഇപ്പോൾ US മനസ്സിലാക്കിയിരിക്കുന്നത്. നേരത്തെ അറിഞ്ഞിട്ടും അറിയാതെ പോയതാണോ, അതോ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണോ US-ൻ്റെ ഈ പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനം എന്നുള്ള നടുക്കത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. US-ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. എല്ലാവരോടും വലിയ വിദ്വേഷവും ദേഷ്യവും ഒക്കെയാണ്. എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോവുക? ഏതായാലും മുനീർ ആഹാരം കഴിക്കാൻ പോയതല്ലേ, അപ്പോൾ ആഹാരം കഴിച്ച് മതിമറന്നിരിക്കുന്ന മുനീറിന് പറഞ്ഞ വാക്കുകളൊക്കെ നമുക്കറിയാം. ഇന്ത്യയെ അവിടെ ഇരുന്നുകൊണ്ട് എന്തെല്ലാം തരത്തിൽ മിസൈൽ ആക്രമണം, കൊണ്ടുള്ള മിസൈൽ ആക്രമണം നടത്താമോ അതെല്ലാം മുനീർ നടത്തി. അപ്പോൾ തിരിച്ച് ട്രംപ് എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പം അതിനുവേണ്ടി നമുക്കറിയാം, ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, BLA എന്ന് പറയും. ഇതിന് മറ്റൊരു പേര് ദി മജീദ് ബ്രിഗേഡ് എന്നും ഇതിനെ വിളിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു ഭീകര സംഘടനയായി ആണെന്നാണ് ഇപ്പോൾ US പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം കാരണം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമാക്കി കിട്ടണമെന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് BLA എന്ന് പറയുന്നത്. ഇവർ ഭീകര സംഘടനയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയും, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ലെന്ന്. രണ്ട് രീതിയിലും നമുക്ക് എടുക്കാം. കാരണം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമാക്കി കിട്ടണം. കാരണം അവിടുത്തെ പാകിസ്ഥാൻ്റെ ഈ ഒരു പട്ടാള ഭരണവും ഒക്കെ കാരണം ബലൂചിസ്ഥാനികൾ കുറേ വശംബദ്ധരായിട്ട് തന്നെ ഇരിക്കും. എത്രയോ നാളുകളായിട്ട് അവർ അവരുടെ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടിയിട്ട് കാക്ഷിക്കുന്നവരാണ് അവർ. അപ്പോൾ അത്തരത്തിൽ ഇവർ നിരവധി ആക്രമണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അതൊരു ഭീകര സംഘടന തന്നെ. പക്ഷേ എനിക്ക് തിരിച്ച് രസകരമായിട്ട് തോന്നിയത്, 7 വർഷം മുമ്പ് ഇതുപോലെ ട്രംപ് വരുന്ന ആ സമയത്ത് പാകിസ്ഥാൻ തീവ്രവാദ രാജ്യമെന്ന് പറഞ്ഞിരുന്നു. പാകിസ്ഥാനുമായിട്ട് യാതൊരു കൂട്ടുകെട്ടും ഇനി ഇല്ല എന്ന് അന്ന് ട്രംപ് പറഞ്ഞ രണ്ടാം തവണ വന്നപ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായത്. 2014 ഒരു പക്ഷേ അമേരിക്ക പാകിസ്ഥാന് കൊടുക്കേണ്ടുന്ന IMF ഉൾപ്പെടെയുള്ള ഫണ്ട് കൊടുക്കാതെ നിർത്തിവെക്കുകയും അതുപോലെ തന്നെ പാകിസ്ഥാനികൾക്ക് അമേരിക്കൻ വിസ റദ്ദാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ട്രംപ് ഉണ്ട്. ട്രംപ് മറന്നുപോയതായിരിക്കും, നമുക്കൊന്നും ഓർമ്മിപ്പിക്കാൻ ട്രംപിനെ അല്ലെ, കേൾക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അദ്ദേഹം പലതും മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭീകരവാദികളുടെ രാജ്യം എന്ന് പറഞ്ഞിരുന്ന, ഒരു കാലത്ത് അത്രയും വിദ്വേഷമായിരുന്ന പാകിസ്ഥാനോട് വിദ്വേഷത്തിലായിരുന്ന ട്രംപ് ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ സൗഹൃദ രാജ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് ഇന്ത്യയെ തകർക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമാണ്. മറ്റു പല കച്ചവടങ്ങളും മറന്നതിന്റെ കൂട്ടത്തിലാണ് മോദിയുമായുള്ള സൗഹൃദം മറന്നതെന്ന് തോന്നുന്നു. അതെ, മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൈയും തോളയും ഇട്ടുകൊണ്ട് നടന്നപ്പോൾ ഒരു പക്ഷേ ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമുണ്ട്. കാരണം അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിയുമായിട്ട് ഒരു വാണിജ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, നയതന്ത്രപരമായിട്ടുള്ളത് മാത്രമല്ല വാണിജ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഇന്ത്യയുടെ വികസനത്തിന് വളരെ അധികം നേട്ടമുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ളവർ മോദിയെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. കാരണം ട്രംപുമായിട്ടുള്ള ഒരു സൗഹൃദം നിലനിൽക്കുന്നത് നല്ല. ഇതിനു മുന്നേ ഒരു പക്ഷേ ഇന്ത്യക്ക് ഇത്രത്തോളം അമേരിക്കയുമായിട്ട് അടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ട്രംപ് വന്നതിന് ശേഷം, അതുകൊണ്ടാണല്ലോ ട്രംപിന്റെ രണ്ടാം തവണ തെരഞ്ഞെടുപ്പിൽ പോലും മോദി അവിടെ ചെന്ന് ട്രംപിന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരു പക്ഷെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ട്രംപോ മറ്റ് ജർമ്മനിയിൽ നിന്നോ ആരെങ്കിലും പ്രസിഡന്റുമാരെങ്ങാനും വന്നിരുന്ന് മോദിക്ക് വേണ്ടിയിട്ട് ഇല്ല, അങ്ങനെയില്ല. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിന് പ്രസിഡന്റ് ഇന്ന ആൾ ആകണമെന്നുള്ള തരത്തിൽ അവിടെ പോയി സംസാരിക്കുക. ആ തെരഞ്ഞെടുപ്പ് ആ ഒരു സമയത്തുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയേറെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളെ അവിടെ നിന്നും കൈവിലങ്ങിട്ടും ഉപദ്രവിച്ചും അവരെ പരമാവധി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചും ആടുകളെ കൊണ്ടുവരുന്നത് പോലെ മനുഷ്യന്മാരെ കൊണ്ടുവന്നത് അന്ന് മുതൽ നമുക്കൊരു ചെറിയൊരു ഇത് പ്രശ്നം. അതിനും പക്ഷെ ഞാനത് ആ രാജ്യത്തോടെ യോജിക്കത്തുള്ളൂ. കാരണം എന്തിനാണ് കുടിയേറ്റക്കാരായിട്ട് അവിടെ കിടക്കാൻ പോയത്? നമ്മുടെ രാജ്യത്താണ്. പിന്നെ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങൾ കാരണം അവിടെ പോയതാണ്. പക്ഷെ ആ രാജ്യത്തിനൊരു നിയമമുണ്ട്. കാരണം ഇതിൽ അവിടെ ചെന്ന് ഒരു പക്ഷേ പണം സമ്പാദിച്ച് വരുന്നവരുണ്ട്, ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. തിരിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത മാനസികമായിട്ട് തളർന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എത്തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഉള്ളവരാണ് ഈ കുടിയേറ്റക്കാരെന്നുള്ള അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവരെ ഒന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് കയറ്റിക്കൊണ്ട് വന്ന് എന്തെങ്കിലും അപകടം കാണിച്ചു വെച്ചാൽ അവരുടെ മരണപ്പെട്ടു പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരുടെ
അവരുടെ ജീവൻ പോകുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ അവർ എത്തിക്കഴിഞ്ഞാൽ അതും ആ രാജ്യത്തിന്റെ കുറ്റമായിട്ട് മാറാം. നമ്മളിപ്പോൾ പറയുന്നു കയ്യും കാലും കെട്ടിവെച്ചാലേ കൊണ്ടുവന്നേന്ന്, പക്ഷെ മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം, അവർ ഇതിനിടയ്ക്ക് ഇറങ്ങി ഓടി ഒരു അപകടം പറ്റി, എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ഒരു സേഫ് ആയിട്ട് കൊണ്ടുവന്ന് ഇട്ടു എന്നുള്ള രീതിയിലേ ഉള്ളൂ. അതിപ്പോ നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് പറത്തി വിട്ടാലും ഒരുപക്ഷെ സേഫ്റ്റി നോക്കിയായിരിക്കും വിടുന്നത്. അതുകൊണ്ടാണ് അവരുടെ യുദ്ധവിമാനത്തിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം ആർമി വിമാനത്തിലാണെന്ന് തോന്നുന്നു കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പൊ അത്തരത്തിൽ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് എത്തിക്കുക. കാരണം ഇതിനിടയിൽ ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് US പോലുള്ള രാജ്യത്ത് നിന്ന് പോകണം, നാട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഈ ആശകളും സ്വപ്നങ്ങളുമായിട്ട് വന്നവരാണ്. ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ നോക്കിയാണ് ഒരുപക്ഷെ ആ രാജ്യത്തിന് നമുക്ക് കൂടാതെ അവരുടെ ചിട്ടകളാണ്, നിയമമാണ്, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഈ നേരത്തെ ശ്രീജ പറഞ്ഞ തോളോട് തോള് ചേർന്ന് ഇങ്ങനെ പോയിട്ട് അവസാനം മോദിയെ ഇപ്പൊ വലിയൊരു ശത്രുവാക്കി, തള്ളി പറയുക മാത്രമല്ല ഒരു ശത്രുവാക്കി ഇട്ടിട്ട് പാകിസ്ഥാനോടൊപ്പം ചേരും. ഇതിപ്പോ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു തീവ്രവാദ സംഘടനയായിട്ട് മാറ്റിയിരിക്കുന്നത്. ഇനി ബലൂചിസ്ഥാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പാക്കിന്റെ തെക്ക് പടിഞ്ഞാറ് പ്രവിശ്യയിലെ സുന്നി ഗോത്ര വംശജർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ബലൂചിസ്ഥാന് 3 മേഖലയിലാണ് ഈ ബലൂചിസ്ഥാൻ കിടക്കുന്നത്. ഒന്ന് വടക്കൻ മേഖല അഫ്ഗാനിസ്ഥാനിലേക്കും പിന്നെ പാകിസ്ഥാനിലും, അതേപോലെ തന്നെ ഈ സിസ്റ്റർ ബലൂചിസ്ഥാനും, ഇങ്ങനെ 3 ഇതിലാണ് ബലൂചിസ്ഥാൻ കിടക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്, വളരെയധികം ധാതു നിക്ഷേപമുണ്ട്. അപ്പോൾ ട്രംപിന്റെ കണ്ണ് അതിലേക്കാണ്. ഈ BLA ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉള്ളിടത്തോളം കാലം അവിടെ കയറി കളിക്കാൻ പറ്റില്ല. അത് പാകിസ്ഥാനും കളിക്കാൻ പറ്റില്ല, ഈ പറഞ്ഞതുപോലെ ട്രംപിനും കളിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ഒരു ധാതു നിക്ഷേപം അവിടെയുണ്ട്. അതിൻ്റെ ഒരു നോട്ടം ഇട്ടത് കൊണ്ടായിരിക്കാം ബലൂചികളെ മൊത്തത്തിൽ ഒന്നടങ്കം ഭരിച്ചുകൊണ്ട് അത് കൈക്കലാക്കാം. മാത്രമല്ല ഒരു സൈനിക താവളം പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് എണ്ണ വ്യാപാരം അല്ലെ എണ്ണ ഉൽപാദനം നടത്തണമെന്നും ട്രംപ്. അപ്പൊ ട്രംപ് മോശക്കാരനൊന്നുമല്ല, ഒന്നാന്തരം കച്ചവടക്കാരനാണ്. ഈ അമേരിക്കയുമായി ട്രംപ് ഈ ചൈനയും പാകിസ്ഥാനുമായി ബന്ധം പുലർത്തുമ്പോൾ മുമ്പ് ഈ ബെൽറ്റ് സംവിധാനവുമായി ചൈന പാകിസ്ഥാനുമായി ചേരുകയും എന്നാൽ മണ്ടന്മാരായിട്ടുള്ള പാകിസ്ഥാൻമാർ എങ്ങനെയാണ് ചൈന ഇവരെ ഊറ്റിയെടുക്കുന്നതെന്ന് പോലും അറിയാതെ ഒരു വർഷക്കാലം നൂറ്റാണ്ട് കാലത്തേക്ക് കരാറിൽ ഇവരെ എടുക്കുകയാണ് എന്ന് പോലും മനസ്സിലാക്കാതെ ചൈനയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ചൈനയെ സ്വീകരിച്ച ആ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം നമുക്കറിയാം ഈ ഒരു ചേരാ യുദ്ധം പോലുള്ള ഈ ഒരു യുദ്ധം തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കാത്തത് അവിടെ മുതലാണല്ലോ ട്രംപിന് സത്യത്തിൽ മോദിയോട് ഒരു പിണക്കം തുടങ്ങിയത്. സത്യം പറഞ്ഞ ശ്രീജ, ഇവിടുന്ന് ഇന്ത്യ പാക് സംഘർഷം ഉണ്ടായപ്പോൾ നിരവധി പാകിസ്ഥാനികളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അവർ കയ്യും കാലും പിടിച്ച് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ നിന്നോളാമേ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇടയ്ക്ക് അസിം മുനീർ പറഞ്ഞിരുന്നു, ഭയങ്കര ഇതായിട്ടാ പറഞ്ഞേ, അന്യനാടുകളിൽ ഭിക്ഷയെടുത്ത് ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരുന്ന സമ്പാദ്യത്തിന് ഏകദേശം 4 ലക്ഷം മില്യൺ അത്രയും കണ്ട് ഡോളറാണ്. വളരെ ഇതായിട്ടാണ്, അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. എൻ്റെ രാജ്യത്തെ ജനങ്ങൾ മറ്റുള്ള രാജ്യത്ത് പോയി ഭിക്ഷയെടുത്ത്. അതാണ് അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ഇല്ല. പ്രധാനമന്ത്രിയൊക്കെ ഒരു പദവി മാത്രം കൊടുത്ത് ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ ഭരിക്കുന്നത് പട്ടാള ഭരണം. അസിം മുനീറാണ് അവിടെ ഭരിക്കുന്നത്. അപ്പം ആ ഒരു പട്ടാള ഭരണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ പട്ടാള ഭരണം എന്താണ് കാണിക്കുക, അവിടെ തീവ്രവാദികളെ വളർത്തുക, തീവ്രവാദികൾക്ക് പട്ടാളക്കാർക്ക് ഈ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞതുപോലെ തീവ്രവാദികൾക്ക് വരും തലമുറകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ കൊച്ചു കുട്ടികൾക്കുൾപ്പെടെ കുഞ്ഞിലെ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് വലിയൊരു ഗ്രൂപ്പായി ഈ തീവ്രവാദികൾ പല രാജ്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ രാജ്യത്തും ഇവന്മാർ ഇത് പല രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക പലപ്പോഴും യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കാത്തത്? പല രാജ്യങ്ങളും എന്തുകൊണ്ടാണ് യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കാത്തത്? ഈ സൈനികർ എന്തുകൊണ്ടാണ് മുന്നേക്ക് വരാത്തത്? കാരണം അവർക്ക് ചാവേറുകളാവാൻ വയ്യ. രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് കുറേയൊക്കെ നമ്മുടെ തലമുറ മാറിയിട്ടുണ്ട്. അവർക്ക് രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കാനൊന്നും വയ്യ. അപ്പോൾ അവർ ഈ പറയുന്നോണം തീരെ നിവർത്തിയിട്ട് നമ്മുടെ ഒരു പക്ഷേ ഇന്ത്യൻ സേനയിലുള്ളവരായിരിക്കും അത്രയും ധീരോടെ പോകുന്നത്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ സൈനികരാവാൻ വേണ്ടി ആൾക്കാരെ കിട്ടാനില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, കുറേ തീവ്രവാദികളെ അങ്ങോട്ടേക്ക് കൊടുക്കും, സൈനികരായിട്ട് കൊടുക്കും. ഇതാണ് പ്രധാനമായിട്ടുള്ളൊരു ട്രംപിൻ്റെ കച്ചവട തന്ത്രങ്ങൾ. അത് ഇപ്പം അമേരിക്കയിലേക്ക് മാത്രമല്ല പലയിടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ അവർ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാലത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ആർക്കും വിസ കൊടുക്കാത്ത ട്രംപ് ഇപ്പോൾ പാകിസ്ഥാൻ സൗഹൃദ രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഒഴിച്ച് ഇനി വേറെ ഒന്നുമില്ല ട്രംപിന്റെ ഏറ്റവും സ്വീകരിക്കുക എന്നുള്ള. അപ്പോൾ ഒരു കാലത്ത് ഈ തീവ്രവാദ രാജ്യമെന്ന് പറഞ്ഞിടത്താണ് ഈ 2ാം ഘട്ട ട്രംപിന്റെ ഭരണത്താണ് ഇത് ഒന്ന് ബലൂചിസ്ഥാന്റെ
പാകിസ്ഥാന്റെ ധാതു നിക്ഷേപത്തിലേക്കുള്ള കണ്ണ്. മറ്റൊന്ന് പാകിസ്ഥാനിലെ സൈനിക താവളം വെച്ചുകൊണ്ട് ഇന്ത്യക്കിട്ട് ഒരു പണി കൊടുക്കുക. മറ്റൊന്ന് ഇനിയിപ്പോൾ അതാണ്ട് ഇന്ന് വന്നിരിക്കുന്ന ചൈനയുമായിട്ടുള്ള തീരുവ യുദ്ധത്തിൽ എന്താണ് 145% ഇന്ന് മുതൽ തീരുവ ഉറപ്പിക്കും എന്ന് പറഞ്ഞെടുത്ത് ട്രംപ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, 90 ദിവസത്തേക്ക് കൂടി അത് മരവിപ്പിച്ച് വെച്ചേക്കുവാണ്. പകരം എന്താണ്, വ്യാപാരത്തിൽ 30% ഇപ്പോൾ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ചൈന അമേരിക്കയ്ക്ക് കൊടുക്കുന്ന 10% നികുതി ഏർപ്പെടുത്തിയിട്ട് എന്തായി, ഇന്ന് മുതൽ 145% വരുമെന്ന് പറഞ്ഞതാ ചൈനയ്ക്ക്. എന്തായി, മാറ്റി എക്സ്റ്റെൻഡ് ചെയ്ത്. ഇതിങ്ങനെ തട്ടി കളിക്കുക. ഇനി ചൈനയുമായിട്ടൊന്ന് കൂടിക്കളന്നുകൊണ്ട് ഇനി ഇന്ത്യക്കിട്ടൊന്ന് കൂട്ടുക. ഇതാണ് ട്രംപിന്റെ തന്ത്രം. അപ്പം പലതരത്തിൽ ഇന്ത്യക്കെതിരെ, അതായത് മുന്നീന്നും പിന്നീന്നും ബാക്കിൽ നിന്നും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഇന്ത്യ അതിൽ വീഴുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ട്രംപ് പലതരത്തിൽ ഇനിയും നോക്കും. ഇനിയിപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 2019 പാകിസ്ഥാന്റെ ആക്രമണം അവർ സ്വമേധയെ ഏറ്റെടുത്തുകൊണ്ടാണ് തുടക്കമുണ്ടായത്. പിന്നെ 2024 കറാച്ചിയിലെ വിമാനത്താവളത്തിലും പിന്നെ 2025 ജാഫർ എക്സ്പ്രസിൽ നടത്തിയ അട്ടിമറിയൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. പലപ്പോഴും പാകിസ്ഥാനിലെ പട്ടാളക്കാർക്കെതിരെ പലപ്പോഴായിട്ട് ഈ ഒരു സംഘടന പല അറ്റാക്കുകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പോരാട്ടം തന്നെയാണ്. അതിനെ തീവ്രവാദം എന്ന് ഒരു ഭാഗം പറയുമ്പോൾ മറ്റൊരു വിഭാഗം തീവ്രവാദമല്ല, കാരണം നമ്മുടെ ബംഗ്ലാദേശ് ഇത്തരത്തിലൊരു സ്വതന്ത്ര രാജ്യമാകണമെന്ന് ഉള്ള ഒരു പോരാട്ടം. അപ്പോൾ അത്തരത്തിൽ അവർക്കൊരു കാരണം പാകിസ്ഥാന്റെ ഈ ഒരു തീവ്രവാദത്തിനെ കൊണ്ട് അവർ തന്നെ മടുത്ത് പൊറുതിമുട്ടി. ബലൂചിസ്ഥാനെ സഹായിക്കുന്ന ഇന്ത്യ എന്നാണ് ഇപ്പോൾ ട്രംപ് ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെ പറയുന്നത്. പക്ഷെ ഇപ്പൊ തീവ്രവാദമായി, തീവ്രവാദത്തിന് അനുകൂലിക്കുന്നു ഇന്ത്യ. ശരിക്കും അവർ തീവ്രവാദ സംഘടനയൊന്നും ആയിട്ടില്ല, അവർ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നു. പക്ഷെ അതിനെ ഇന്ത്യ അനുകൂലിക്കുന്നെന്ന് പറയുന്നത് ഒരിക്കലുമില്ല. ബലൂചിസ്ഥാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ സംഘർഷത്തിൽ അവർ ഇന്ത്യയോടൊപ്പം ചേരാമെന്ന് പറഞ്ഞു, പാകിസ്ഥാനിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഇന്ത്യ അതിനൊന്നും സമ്മതം കൊടുക്കുകയൊന്നുമില്ല. അവർ അതിനകത്തുള്ള കാര്യം നടക്കട്ടെ. പക്ഷേ ബലൂചിസ്ഥാനെതിരെ ഇത്തരത്തിലുള്ള ബലൂജികൾക്കെതിരെയുള്ള പോരാട്ടം, അവർക്കെതിരെ ഇത്തരത്തിൽ ട്രംപോ അല്ലെങ്കിൽ അമേരിക്കയോ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യ അവർക്ക് സഹായം കൊടുക്കുമായിരിക്കും. ബംഗ്ലാദേശിന് പണ്ട് കൊടുത്തതുപോലുള്ള സഹായമൊക്കെ കൊടുക്കുമായിരിക്കും. എന്ത് തന്നെയാലും ട്രംപ് പലതരത്തിൽ നോക്കുന്നുണ്ട്. ട്രംപിന്റെ ഉദ്ദേശം ഈ പറഞ്ഞതുപോലെ മുനീർ എൻ്റെ കൈ തോളയിട്ട് അയ്യോ പാകിസ്ഥാനെ ഇപ്പം നന്നാക്കാമേ നേരെയാക്കാമേ എന്നുള്ള ഒരു ഉദ്ദേശമൊന്നും ട്രംപിന് ആരോടും മമതയില്ല. അപ്പം ട്രംപിന്റെ ഉദ്ദേശം ഈ ഒരു പക്ഷേ ബലൂചിസ്ഥാന്റെ ധാതു നിക്ഷേപവും പാകിസ്ഥാന്റെ പല കാര്യങ്ങളും സൈനിക താവളം ഉൾപ്പെടെയുള്ള പല നേട്ടങ്ങൾ എവിടെ കൊയ്യാം എന്നുള്ള ഒരു കച്ചവടക്കാരന്റെ തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ ഇപ്പോൾ അസിം മുനീർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യയെ അത്തരത്തിലൊന്നും പെടുത്താനോ അല്ലെങ്കിൽ വീഴ്ത്താനോ സാധിക്കില്ല. ഇനി ചൈനയോട് കൂടെ വീണ്ടും കൂട്ടുചേർന്നുകൊണ്ട് വീണ്ടും പല പ്രക്രിയകളും ട്രംപ് ആലോചിക്കുന്നുണ്ട്. അതിലും ഇന്ത്യ വീഴാൻ സാധ്യതയില്ല. വീഴില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണ് ഓരോ ഭാരതീയനും. മാത്രമല്ല ഒരു കച്ചവട കണ്ണോടൊപ്പം തന്നെ ഇന്ത്യയെ എങ്ങനെയൊക്കെ നാറികളി കളിച്ച് വീഴ്ത്താൻ നോക്കാം എന്നുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ വീഴില്ല, അങ്ങനെ വീഴാനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിയിട്ടുമില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അങ്ങനെ തലയെടുപ്പോട് കൂടി തന്നെ നമ്മുടെ ഭാരതം അങ്ങനെ നിലകൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും നമുക്ക് മറ്റ് വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.